പ്രണയമായിരുന്നെന്നിൽ. രചന പവിഴമഴ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മോനെ, നീ ഒന്ന് സമ്മതിക്കേ. രാധാമണി അരുണിന്റെ കൈ പിടിച്ച് കെഞ്ചി. എന്തു സമ്മതിക്കാൻ? എനിക്കൊരു യുവാവും വേണ്ട. പിന്നെ നീ എന്താടാ സന്യസിക്കാൻ പോവാണോ? ഉമ്മറത്തേക്കാരിക്കൊണ്ട് കൃഷ്ണൻ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. നിന്റെ നന്മയ്ക്ക് വേണ്ടി ആ ശ്രീകുട്ട ഞങ്ങൾ പറയുന്നു, അത് നീ എന്താ മനസ്സിലാക്കാത്തത്? സാവിത്രി പറഞ്ഞിട്ടും അവനൊരു കുലുക്കവുമില്ലാതെ അവിടെ ഫോണിൽ കളിച്ചിരുന്നു. ശ്രീ, അല്പ ഉച്ചത്തിൽ കൃഷ്ണൻ വിളിച്ചു. അച്ഛനൊന്ന് പോയി. അതും പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി. എല്ലാത്തിനും കാരണം അവളാ. അവള് കാരണാ എന്റെ മോൻ ഇങ്ങനെ ആയത്. കണ്ണീരോടെ കൃഷ്ണൻ പറഞ്ഞു. ഇനി അവനെ നിർബന്ധിക്കേണ്ട മോനെ. അവൻ സമയമാകുമ്പോൾ ദൈവം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. അവന് ചേർന്നൊരു പെൺകുട്ടിയെ. സാവിത്രി അത് പറഞ്ഞൊന്ന് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. പുറകെ കൃഷ്ണനും രാധാമണിയും. ചെന്തമംഗലം തറവാട്ടിലെ കാരണവരായിരുന്നു രാജൻ. ഭാര്യ സാവിത്രി, ഒറ്റ മകൻ കൃഷ്ണൻ, ഭാര്യ രാധാമണി, 3 മക്കൾ. ഒന്നാമൻ അരുൺ ശ്രീരാജ് എന്ന എല്ലാവരുടെയും ശ്രീകുട്ടൻ. അച്ഛന്റെ കമ്പനി നോക്കി നടത്തുന്നു. രണ്ടാമത്തെ കീർത്തന എന്ന കീർത്തി +2 പഠിക്കുന്നു. ഇളയത് അമൽ എന്ന കണ്ണൻ, 3 വയസ്സേ ഉള്ളൂ. അരുൺ മുകളിൽ തന്റെ റൂമിൽ കയറി വാതിലടച്ചു. അവരെ കണ്ണീർ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് വേഗം ഇങ്ങ് പോകുന്നത്. ഞാൻ കാരണം അവർ കൂടി വിഷമിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ അരുൺ റൂമിലെ കസേരയിൽ കണ്ണടച്ചിരുന്നു. ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീയേട്ട എന്ന് വിളിച്ചടന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു. നന്ദന, തന്റെ നന്ദൂസ്. അവളായിരുന്നു എൻ്റെ എല്ലാം. കോളേജിൽ പോകുന്ന അന്ന് എല്ലാവരും പ്രേമിക്കുമ്പോഴും തനിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. നല്ല വായനാശീലം ഉണ്ടായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ പോയപ്പോഴാണ് വലിയൊരു നോവൽ കണ്ടത്. അത് വായിക്കണമെന്ന് വല്ലാത്ത കൊതി തോന്നി. അപ്പോൾ അതെടുത്ത് കുറച്ച് വായിച്ചു. ബാക്കി നാളെ വായിക്കാമെന്ന് വെച്ച് മടക്കി വെച്ച് പോന്നു. അടുത്ത ദിവസം ലൈബ്രറിയിൽ എത്തിയാൽ തുറന്നപ്പോഴാണ് അതിലൊരു ലെറ്റർ കണ്ടത്. അതും ഒരു പ്രേമലേഖനം. അവനത് തുറന്നു നോക്കി. പ്രണയം അത് വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ കണ്ടപ്പോഴാണ്. നീയാണ് എൻ്റെ പ്രണയം. എങ്ങനെയാ എനിക്ക് ഇഷ്ടമായതെന്നറിയില്ല. എൻ്റെ ശ്വാസം പോലും നീയാണ്. നീ മാത്രം. ഞാൻ കാത്തിരിക്കുന്നു നിനക്കായി മാത്രം എന്ന് ആരുവേട്ടൻ്റെ സ്വന്തം. ഈ വരികളായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞ് വലിയ മൈൻഡ് കൊടുത്തില്ല താൻ. പക്ഷെ പിന്നെ പോകെ അതൊരു പതിവായി. എന്നും താൻ വായിക്കുന്ന ബുക്കിൽ ഒരു ലെറ്റർ ഉണ്ടാവും. ദേഷ്യത്തോടെ വായിച്ചിരുന്നവൻ പിന്നെ അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി. തന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നവളെ കാണാൻ താനും കൊതിച്ചു പോയി. ഞാനും കാത്തിരിക്കുന്നു. നീ ആരാണെന്നറിയാൻ. എനിക്കും ഇഷ്ടമാണ്. അത്രമാത്രം. അന്ന് ആദ്യമായി അവൻ അവൾക്കായി കുറിച്ചു. ഇങ്ങനെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതും. അവനൊരു ദിവസം എഴുതി, ഇനിയെങ്കിലും ഈ ഒളിച്ചുകളി നിർത്തി എൻ്റെ മുന്നിൽ വന്നൂടെ. അതിന് മറുപടി വന്നു. ആകാംക്ഷയോടെ എന്തെന്ന് നോക്കിയപ്പോൾ അതിലെഴുതി ഇങ്ങനെയായിരുന്നു. എന്നെ കണ്ട ഇഷ്ടാവോ? ഞാൻ നിന്റെ സൗന്ദര്യത്തെ അല്ല പ്രണയിച്ച്, ആരാണെന്ന് കൂടി അറിയാതെയാണ്. പ്ലീസ്. അപ്പോൾ അവൾ സമ്മതിച്ചു. വൈകുന്നേരം ആ വാഗമരച്ചോട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. അന്ന് അവിടെ ഇരുന്നപ്പോൾ ഒരു പെൺകുട്ടി നടന്നു വരുന്നു. കണ്ണിമ വെട്ടാതെ നോക്കി നിന്നവൻ. താനാണോ എനിക്ക്? അതിനവൾ തലയാട്ടി. സന്തോഷം കൊണ്ട് അവളെ പോയി കെട്ടിപ്പിടിക്കണമെന്ന് അവന് തോന്നിയെങ്കിലും അത് ചെയ്തില്ല. പക്ഷെ അപ്പോഴും അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ തുടങ്ങിയായിരുന്നു തങ്ങളുടെ പ്രണയം. നന്ദന, തൻ്റെ മാത്രം നന്ദു. എല്ലാമായിരുന്നു. പ്രണയിച്ചു. ജീവനേക്കാളേറെ. തൻ്റെ ലോകം അവളിലേക്ക് മാത്രമായി ചുരുങ്ങി. 6 മാസത്തോളം പ്രണയം നീണ്ടു നിന്നു. പക്ഷെ എപ്പോഴവൾ മാറിയെന്നറിയില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കണ്ടാൽ മിണ്ടില്ല. അങ്ങനെ ഒരു ദിവസം കോളേജിൽ നിന്ന് തന്നെ മറികടന്ന് പോവാൻ നിന്ന് അവളെ കൈ പിടിച്ച് നിർത്തി. നിനക്ക് എന്താ പറ്റിയ നന്ദു? അത് ഒന്നുമില്ല. പറഞ്ഞിട്ട് പോ. അച്ഛനെൻ്റെ കല്യാണത്തെ പണച്ചാക്കുമായിട്ട് ഉറപ്പിച്ചു. ഇനി നമ്മുടെ ബന്ധം തുടരാൻ പാടില്ലെന്ന്. അല്ലെങ്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. പിന്നെ വേഗം അവിടുന്ന് ഓടിപ്പോയി. അതോടെ താൻ തകർന്നു. ഒന്നിനും ഉഷാറില്ലാതെയായി. അവൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ കല്യാണത്തിന് താൻ പോയിരുന്നു. എനിക്ക് അവൾ മറ്റൊരാളുടേത് സ്വന്തമാവുന്ന കാരണമായിരുന്നു. എന്നാലും അവൾക്ക് എന്നെ മറന്ന് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമോ? എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന നന്ദനെ നോക്കി മനസ്സിലോർത്തു താൻ. അപ്പോഴാണ് തോളിലൊരു കരസ്പർശം. തിരിഞ്ഞു നോക്കിയപ്പോൾ കിരൺ എന്ന കിച്ചു, തൻ്റെ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, നന്ദുവിൻ്റെ അയൽവാസിയുമാണ്. കിച്ചു, നീ വാ ശ്രീ. കിച്ചു അവൻ്റെ തോൾ കൈയിട്ട് ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്താടാ? അവള് നിന്നെ ചതിച്ചാ ശ്രീ. കിച്ചു, നീ എന്തായി പറയുന്നത്? അവളുടെ അച്ഛൻ കോപ്പ. ഞാൻ കേട്ടല്ലോ അവരുടെ സംസാരം. ഒരാലോചനയുണ്ട്. വലിയ പണക്കാരനെന്ന് കേട്ടപ്പോഴേ അവൾ സമ്മതിച്ചു. എന്നിട്ട് നിന്റെ മുമ്പിൽ അച്ഛനെ വില്ലനാക്കി. നീ അവളെ നോക്ക്. അവളുടെ മുഖത്തൊരു തരി സങ്കടം പോലും ഇല്ല. കിച്ചു പറഞ്ഞ അപ്പോഴും വിശ്വസിച്ചില്ല. പക്ഷെ ഒരു ദിവസം കിച്ചുവിനോടൊപ്പം പാർക്കിൽ പോയപ്പോഴാണ് അവളുടെ ഭർത്താവിനോടൊപ്പം ചിരിച്ചു കളിക്കുന്ന നന്ദനെ കണ്ടത്. അത് കിച്ചു പറഞ്ഞ് സത്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു? അവൾ പറഞ്ഞ് വിശ്വസിക്കാനാണ് തനിക്ക് ഇപ്പോഴും ഇഷ്ടം. കാരണം അത്രമേൽ പ്രണയിച്ചു പോയിരുന്നു. ശ്രീയേട്ട എന്ന കൊഞ്ചിയുള്ളൊരു വിളിയേട്ടാണ് അരുൺ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന്. അപ്പോഴുണ്ട് കണ്ണൻ അവനെ നോക്കി ചിരിക്കുന്നു. അവനും ചിരിച്ചു കൊടുത്തു. എന്തേട്ടൻ കരയുന്നു?
അപ്പോഴാണ് താൻ കരയുകയായിരുന്നെന്ന് അവന് മനസ്സിലായത്. അവൻ കണ്ണുടച്ചു. ഏയ്, അത് ചേട്ടൻ്റെ കണ്ണിൽ കരട് പോയതാ. കണ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞവൻ. അപ്പോഴാണ് കീർത്തി സ്കൂൾ വിട്ട് വന്ന്. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ കരഞ്ഞുവെന്നും ഇന്ന് വിവാഹ ചർച്ച നടക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ഏട്ടായി, ആ കീർത്തി നീ വന്നോ? ചിരിയോടെ അവൻ ചോദിച്ചു. ഏട്ടൻ കഷ്ടപ്പെട്ട് ചിരിക്കുന്നു വേണ്ട, എനിക്കറിയാം ചേട്ടൻ കരഞ്ഞെന്ന്. കീർത്തി, ഞാൻ ചേട്ടന് വേണ്ടാത്തവരെ ചേട്ടന് വേണ്ട, എനിക്കറിയണ്ട ഏട്ടാ. എനിക്കുള്ള മിഠായിയോടെ ചേച്ചി? കണ്ണൻ ഇടക്കേറി ചോദിച്ചു. ആ അമ്പാടി എഴുന്നേറ്റോ, ഇതാ നിനക്ക് ചോക്ലേറ്റ്. കീർത്തി എൻ്റെ ബാഗിൽ നിന്ന് 2 ചോക്ലേറ്റ് എടുത്ത് അവന് നേരെ നീട്ടി. കണ്ണൻ അപ്പോൾ തന്നെ അതെടുത്ത് സന്തോഷത്തോടെ പോയി. പുറകെ കീർത്തി. അരുൺ പിന്നെയും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. മോനെ ശ്രീ. സമയം സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. കസേരയിൽ അതേപടി ഇരിക്കുമ്പോഴാണ് രാധാമണി വിളിച്ചത്. എന്താമ്മേ? ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടടാ, നമുക്ക് പോകണം. ഞാനിങ്ങുമില്ല. കേട്ടപാട് എടുത്തടിച്ച പോലെ അരുൺ പറഞ്ഞു. നീ വാശി പിടിക്കാതെ വേഗം വരാ ശ്രീകുട്ട. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അരുൺ സമ്മതിച്ചു. രാത്രി ഒരു 7 മണിയായപ്പോഴേക്കും എല്ലാവരും റെഡിയായി വന്നു. അരുൺ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഫംഗ്ഷന് പോയി. പാർട്ടിയൊക്കെ അടിപൊളിയായി നടന്നു. അപ്പോഴേക്കും സമയം 10 ആയിരുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം അവർ കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് പെട്ടെന്ന് മുന്നിലേക്ക് എന്തോ വന്ന് ചാടിയത്. അരുൺ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അവൻ ദേഷ്യത്തോടെ പുറത്തിറങ്ങി. അപ്പോഴുണ്ട് കയ്യിലൊരു കുഞ്ഞുമായൊരു പെൺകുട്ടി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? ചാവറങ്ങിക്ക് വേണം. ദേഷ്യത്തിൽ അരുൺ അവളോട് പൊട്ടിത്തെറിച്ചു. നീ അവളോട് ദേഷ്യപ്പെടാ മോനെ. കൃഷ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോഴാണ് അവളുടെ പിറകെ കുറച്ച് ഗുണ്ടകളെപ്പോലുള്ള ആളുകൾ ഓടി വരുന്ന കണ്ട്. കൃഷ്ണനെ കണ്ടപ്പോൾ അവർ കണ്ട വഴി ഓടി. മോളെന്താ രാത്രി ഒറ്റക്ക് ഈ നേരത്തെ ഇവിടെ? ഇതാരാ? കയ്യിലെ കുഞ്ഞിനെ നോക്കി കൃഷ്ണൻ ചോദിച്ചു. ഇതെന്റെ മോളാ. അവൾ പറഞ്ഞിട്ട് അവർ ഞെട്ടി. അവളെ കണ്ടാൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറയില്ല, വിവാഹം കഴിഞ്ഞെന്ന് പോലും പറയില്ല. ഒരു കൊച്ചു പെൺകുട്ടി. ആരാ മോളുടെ പുറകെ വന്ന്? ഗുണ്ടകള. അവൾ കരച്ചിലോടെ പറഞ്ഞു. മോളിപ്പോടെ കിടന്ന് ചുറ്റിത്തിരിയണ്ട, ഞങ്ങൾ മോളെ വീട്ടിലാക്കാം. കാറിലേക്ക് ആയിരിക്കും. വേണ്ട, അവൾ വേഗം പറഞ്ഞു. അതെന്താ മോളെ? അതിനൊന്ന് നിശബ്ദയായോ. അവസാനം അവൾ പറഞ്ഞു. എനിക്ക് വീടില്ല, ഞാനൊരു അനാഥയാ. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. വെളുത്തു മെലിഞ്ഞൊരു പെൺകുട്ടി. കണ്ണിൽ സങ്കടത്തിന്റെ ആഴം തെളിഞ്ഞു കാണാം. ആരോ അടിച്ച പോലൊക്കെ അവൾ നന്നായി വീർത്തിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ മോള് വണ്ടി കയറിക്കോ. ഞങ്ങൾക്കൊരു മോളെ കൂടി കിട്ടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കയറിക്കോ മോളെ. ആ രാത്രി അവൾ അവിടെ ഇട്ടിട്ട് പോകാൻ അയാൾക്ക് തോന്നിയില്ല. വേണ്ട അച്ഛാ, ആർക്കൊരു ഭാരാവും ഞാനില്ല. പെട്ടെന്ന് അവൾ പറഞ്ഞു. അവൾ അച്ഛ എന്ന് വിളിച്ച അയാളുടെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. മോളിപ്പോൾ കയറ്, ഇവിടെ സേഫ് അല്ല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പോരു മോളെ. കൃഷ്ണൻ നിർബന്ധിച്ചു. ചുറ്റുമുള്ള ശബ്ദങ്ങളും മറ്റവളിൽ ഭയമുണ്ടാക്കി. വേറെ വഴിയില്ലാതെ അവൾ അവരോടൊപ്പം കയറി. അരുണിന് അനാഥയാണെന്ന് കേട്ടപ്പോൾ പാവം തോന്നി. എന്നാലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അരുൺ വേഗം കാറ് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെത്തിയ ഉടനെ കീർത്തി അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. എന്നാലും വീട്ടിലേക്കൊന്നും കൊണ്ടുവരേണ്ടിയിരുന്നില്ല. സ്വല്പം നീരസത്തോടെ അരുൺ പറഞ്ഞു. കൃഷ്ണൻ അവന് ദേഷ്യത്തോടെ നോക്കി. അവൾ ഇന്നു മുതൽ നമ്മുടെ വീട്ടിലൊരംഗമാ. സാധാപം കൊണ്ട് വന്നല്ല, വാത്സല്യം തോന്നിയിട്ട് തന്നെയാ. അവൾക്കായിട്ട് അവളെ തേടി ഇനി ഒരു അവകാശി വന്നില്ലെങ്കിൽ അവൾ ഇവിടെ തന്നെ കഴിയും. ഇനി ഇങ്ങനെയുള്ള വർത്താനൊന്നും പറഞ്ഞേക്കരുത് ശ്രീ. അരുണിനെ നോക്കി കനപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ റൂമിലേക്ക് പോയി. അത് ശരിവെച്ചുകൊണ്ട് മറ്റുള്ളവരും. അരുൺ പിന്നെ ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് പോയി. കീർത്തിക്ക് പിന്നാലെ തന്നെ കൈക്കുഞ്ഞുമായ ആ പെൺകുട്ടിയെ മുറിയിലെത്തിയ കീർത്തി അവൾക്ക് തന്റെ കട്ടിൽ കാണിച്ചു കൊടുത്തു. അല്ല, ചേച്ചിയുടെ പേരെന്താ? പല്ലവി. ഒരു വരുത്തി തീർത്ത് ചിരിയോടെ മെല്ലെ അവൾ പറഞ്ഞു. അവളുടെ സങ്കടം അത് മനസ്സിലാക്കിയെന്നോണം കീർത്തി പറഞ്ഞു. ചേച്ചി ഇവിടെ കിടന്നു കേട്ടോ, നമുക്ക് 3 ആൾക്ക് ഇവിടെ കിടക്കാം. കട്ടിൽ അത്യാവശ്യം വീതിയുണ്ടല്ലോ. അത് വേണ്ട മോളെ, ഞാൻ നാളെ പോകും. എങ്ങോട്ട് ചേച്ചി? അവളെ സൂക്ഷ്മമായി നോക്കി കീർത്തി. ഞാൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അങ്ങോട്ട്. നിർവികാരതയോടെ പല്ലവി പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് വീടുണ്ടോ? ഞാനിപ്പോ ഒന്നും ചോദിക്കുന്നില്ല ചേച്ചി, ഇപ്പൊ കിടന്നു ചേച്ചി, നാളെ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടുന്ന് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട, അച്ഛന് ചേച്ചി മോളായി കഴിഞ്ഞു, എനിക്ക് ചേച്ചിയായും. കീർത്തി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ അരുണിന്റെ മുഖമായിരുന്നു. അത് മിഴിവോടെ തെളിഞ്ഞതും ഏതോ ഒരു ഓർമ്മയിൽ അത് നിറഞ്ഞു തൂവി. ഉറക്കം കണ്ണിനെ തഴുകിയില്ല. പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞതും അതിനെടുത്ത് നടക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞുറങ്ങിയ ശേഷം അവളും ഉറങ്ങുമ്പോൾ തന്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന് അവൾക്കൊരു എത്തുംപിടിയും ഇല്ലായിരുന്നു. അടുത്ത ദിവസം ആദ്യം എഴുന്നേറ്റത് അവളായിരുന്നു. അവൾ കുളിച്ച് ഫ്രഷായ ആ ഡ്രസ്സ് തന്നെ ധരിച്ച്. അവൾക്ക് വീടൊക്കെ കാണാൻ കൊതിയുണ്ടെങ്കിലും അവൾക്ക് മടിയായിട്ട് അവിടെ തന്നെ ഇരുന്നു. കീർത്തി എഴുന്നേറ്റപ്പോൾ കാണുന്ന കട്ടിലിരിക്കുന്ന അവളെയാണ്. ആ ചേച്ചി എഴുന്നേറ്റോ? കുളിച്ചോ? എന്നിട്ടെന്താ ഡ്രസ്സിനിട്ടിരിക്കുന്നത്? അത് എനിക്ക് ഇത് മതി കീർത്തി. ഓ, ഈ ചേച്ചി ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്താൽ പോരെ? ദാ എൻ്റെ ചുരിദാർ എടുത്തോ. അതും പറഞ്ഞ് കീർത്തി അവളുടെ ചുരിദാർ കൊടുത്തു. അവൾ അതെടുത്തു വന്നപ്പോൾ അവളൊരു ദേവത തന്നെയായിരുന്നു. മോളുണർന്നോ? കീർത്തി കുഞ്ഞിനെ നോക്കി ചോദിച്ചു. 3 വയസ്സ് തോന്നിക്കുന്നൊരു കുഞ്ഞ്. ഇല്ല, ഇപ്പോൾ ഉണരുമായിരിക്കും. ആ എന്നാ ചേച്ചി വാ, നമുക്ക് താഴേക്ക് പോവാം. കീർത്തി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് പോയി. അവിടെ ഹാളിൽ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു. അരുൺ സോഫയിലിരുന്ന് ഫോൺ തോണ്ടുന്നുണ്ട്. മോളെ ഇവിടെ ഇരിക്കും മോളെ. രാധാമണി കസേര വലിച്ചിട്ടുണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. ഞാൻ പോവാമേ.
ആഹാ, അതിനാണോ ഇങ്ങോട്ട് വന്ന്? മോളെന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുവേ. കൃഷ്ണൻ പറഞ്ഞ അവളൊന്ന് ചിരിച്ചുകൊണ്ട് മടിച്ചവിടെ ഇരുന്നു. രാധാമണി അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുത്തു. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ മോളെ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. അച്ചമ്മ ചോദിച്ചപ്പോൾ അവൾ കണ്ണുനീർ തുടച്ചു. ഏയ്, പെട്ടെന്ന് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു, അതാ. ഞാനും മോളുടെ അമ്മ തന്നെയാ. വാത്സല്യത്തോടെ രാധാമണി അവളുടെ തലയിൽ തഴുകി. അല്ല, മോളുടെ പേരെന്താ? കൃഷ്ണൻ അന്നേരം ചോദിച്ചു. എൻ്റെ പേര് വീണ, അല്ല പല്ലവി. വീട്ടിലെ സ്നേഹത്തോടെ വീണ എന്നാ വിളിക്കുക. ആണോ? ഞാൻ സ്നേഹമില്ലാത്തവനാ, അതുകൊണ്ട് ഞാൻ തന്നെ പവിന്ന് വിളിക്കും. കയറുവോട് അരുൺ അങ്ങനെ പറഞ്ഞു. എല്ലാവരും അവനെ തുറിച്ചു നോക്കി. മോള് കാര്യാക്കണ്ട കേട്ടോ, അവൻ അങ്ങനെയാ. അപ്പോഴാണ് മുകളിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. അയ്യോ രാധു! പല്ലവി വേഗം മുകളിലേക്ക് ഓടി പടികൾ കയറി. അവൾ കുഞ്ഞിനെ എടുത്ത് മുഖമൊക്കെ കഴുകി താഴേക്ക് ചെന്നു. ആഹാ, ഈ ചുന്ദരിമോളുടെ പേരെന്താ? കീർത്തി ചോദിച്ചു. അനുരാധ. ഒരു ചിരി വരുത്തി പല്ലവി പറഞ്ഞു. കീർത്തിയെ രാധു മനസ്സിലാവാതെ നോക്കി. ഇതാരാ അമ്മേ? ഞാൻ മോളുടെ ചേച്ചിയാ, കീർത്തി ചേച്ചി. കീർത്തി ചിരിയോടെ പറഞ്ഞ് കുഞ്ഞിനെ വാരിയെടുത്തു. കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും കുഞ്ഞിന്റെ പിന്നാലെയായിരുന്നു. അരുണിന് ഇതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ലായിരുന്നു. അവൻ വേഗം പുറത്തേക്ക് പോയി. കണ്ണൻ രാധുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കീർത്തി ചേച്ചി, കണ്ണൻ പതിയെ വിളിച്ചു. എന്നാ ബടി? എനിക്ക് രാധുവിനെ ഇഷ്ടായിട്ടോ, കണ്ണൻ പറഞ്ഞിട്ട് കീർത്തി അവനെ നോക്കി. അവരിലൊരു ചിരി നിറഞ്ഞു. എന്നാൽ രാധു കണ്ണനെ തുറിച്ചു നോക്കി. അമ്മേ, നമ്മളെന്തെവരെ? വാസു അമ്മയെവരെ? പല്ലവിയുടെ കയ്യിൽ തൂങ്ങി രാധു ചോദിച്ചു. നമ്മൾ വേറെ വീട്ടിലാ മോളെ. ആരാ മോളെ വാസു? രാധാമണി ചോദിച്ചു. അത് അമ്മായിയാ, വാസുകി. മോളുടെ വീട്ടിലാർക്കുണ്ടായിരുന്നു? കൃഷ്ണമല്ല ചോദിച്ചു. അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ ഞാനും. അമ്മ ചന്ദ്രിക, അച്ഛൻ വിജയൻ, ചേച്ചി പ്രിയ. അപ്പൊ മോളുടെ ഭർത്താവ്? അത് കേട്ടത് അവളൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ അവൾ മുകളിലേക്ക് കയറിയതും അവരും വല്ലാതായി. ഒന്നും ചോദിക്കേണ്ട, എല്ലാം സമയമാകുമ്പോൾ അവൾ പറഞ്ഞോളൂ. രാധാമണി പറഞ്ഞു. കൃഷ്ണനെ ശരിവെച്ചു. കീർത്തി സ്കൂളിലേക്ക് പോയിരുന്നു. പല്ലവി ഉമ്മർത്ത് വന്നിരുന്നപ്പോൾ കൃഷ്ണൻ വിളിച്ചു. ആ അച്ഛാ. അയാളെ കണ്ടവൾ എഴുന്നേറ്റ് നിന്നു. മോള് പൂങ്കാവനത്തിലെ വിജയന്റെ മോളാണോ? എവിടേക്കോ അവന്റെ ചായയുള്ള പോലെ. അവൾ അത്ഭുതത്തോടെ തലയാട്ടി. മോളെ, വിജയനന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. എപ്പോഴും ഒപ്പുണ്ടാവുമായിരുന്നു, കുട്ടിക്കാലമല്ല. പക്ഷെ അവനൊരു പ്രേമുണ്ടായിരുന്നു. അവളായിട്ട് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എതിർത്തു. അപ്പൊ അന്ന് അവൻ നാട് വിട്ടതാ. അവന്റെ മോളാണോ നീ? പല്ലവി അത്ഭുതത്തോടെ അദ്ദേഹം തലയാട്ടി. അപ്പോ ഇപ്പൊ അച്ഛൻ ഇല്ലല്ലേ? വിജയൻ എങ്ങനെയാ മരിച്ച മോളെ? അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. കൂലിപ്പണിയാണെങ്കിൽ നല്ലോണം സമ്പാദിച്ചിരുന്നു. ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വീട്ടമ്മേ. ചേച്ചിയുടെ കല്യാണം വേഗം തന്നെ കഴിഞ്ഞിരുന്നു. സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ചേച്ചിയുടെ സൗന്ദര്യം കണ്ട് കെട്ടിയതാ. പക്ഷേ ചേട്ടനാൾ ശരിയില്ലെന്ന് കുറച്ച് വൈകിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. ചേട്ടൻ കുടിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യും. വേറെ ബന്ധങ്ങളുണ്ടായിരുന്നു. ഒപ്പം എന്നും വന്ന് ചേച്ചി ഒരുപാട് തല്ലും. അങ്ങനെയായപ്പോൾ ചേച്ചി വാശി പിടിച്ച് ഡിവോഴ്സ് വാങ്ങി. പിന്നെ അറിയുന്നത് ചേച്ചിയുടെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന്. ഞാനും അമ്മയും ചേച്ചിയെ നന്നായി തന്നെ നോക്കി. ചേച്ചി ഡിവോഴ്സ് ആയതുകൊണ്ട് വയറ്റുള്ള ആരോടും പറഞ്ഞില്ല. ഒരു ദിവസം അച്ഛൻ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നില്ല. കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അച്ഛൻ്റെ ശരീരം. അത് പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. മോളെ, കരയല്ലേ? കൃഷ്ണൻ അവളുടെ തോളിൽ തട്ടി. ആക്സിഡൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞ്. അച്ഛൻ്റെ വേർപാട് താങ്ങാൻ കഴിയാതെ അമ്മയും പോയി. പിന്നെ അറിയുന്നു അച്ഛൻ്റെ മരണം വെറൊരു ആക്സിഡൻ്റ് അല്ലെന്ന്. അത് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അച്ഛൻ്റെ ഭൂമിക്ക് വേണ്ടി അച്ഛനെ കൊന്നതാണെന്ന്. പിന്നെ ഞാനും ചേച്ചിയായി അവരുടെ ലക്ഷ്യം. അവർ കൊല്ലുന്നതിന് മുമ്പേ പ്രസവത്തോടെ ചേച്ചിയും പോയി. വീട്ടിൽ വെച്ച് പെട്ടെന്നായിരുന്നു പ്രസവം. പിന്നെ ഞാൻ ചേച്ചിയുടെ കുഞ്ഞായിട്ട് എന്താ ചെയ്യാന്നറിയാതെ കുഴഞ്ഞു. ആ വീട്ടിൽ ഞാനും കുഞ്ഞും. ചേച്ചിയുടെ കാര്യം അറിയാത്തതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പിഴച്ചവളായി മാറി. വീടിൻ്റെ ആധാരം അച്ഛൻ്റെ കൂട്ടുകാർ തട്ടിയെടുത്തു. വീട് അവരുടെ പേരിലാക്കി എന്നെ ഇറക്കി വിട്ടു. പക്ഷെ വീട് അപ്പോഴും അവരുടെ സ്വന്തമല്ലായിരുന്നു. എൻ്റെ ഒപ്പ് വേണം. അതിന് അച്ഛൻ്റെ കൂടെയുള്ള ഒരു ഗുണ്ടകളെ ഇറക്കി. അപ്പം എന്നെ രക്ഷിച്ച അവിടെയുള്ള പള്ളിയിൽ അച്ഛനായിരുന്നു. എന്നെ അവിടെ പള്ളിയിൽ താമസിപ്പിച്ചു. അമ്മായി വാസുകി കഴിക്കാൻ അമ്മാവനെ കാണാതെ കൊണ്ടുതരും. വീട്ടിലേക്ക് വിളിക്കണമെന്ന് അമ്മായിക്കുണ്ട്. പക്ഷെ അമ്മാവനെ പേടിയായിട്ടാ. ഒരു ദിവസം അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് ഗുണ്ടകൾ തടഞ്ഞ്. ഞാൻ മാറിപ്പോകാൻ നിന്നപ്പോൾ പിടിച്ചു വെച്ചു. എൻ്റെ ശരീരത്തിന് അവർ വില പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും മണ്ണ് അവർക്കായിട്ട് വിട്ടുകൊടുത്തു. എന്നിട്ടും അവരെന്നെ വെറുതെ വിട്ടില്ല. ശരീരത്തിന് വേണ്ടി പുറകെ ഓടി. അന്ന് അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയാ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഒരു നിശ്വാസത്തോടെ അവൾ പറഞ്ഞു നിർത്തി. അവൾ പറഞ്ഞു കേട്ട് കൃഷ്ണന് വല്ലാത്ത വിഷമം തോന്നി. അവളെ ഒരിക്കലും തനിച്ചാക്കില്ല. ഇനി ഇവിടെ തന്നെ കൂട്ടണമെന്ന് അവർ മനസ്സിലുറപ്പിച്ചു. സാരില്ല മോളെ, മോളവൻ്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളൊക്കെ മോളുടെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കണ്ടാൽ മതി ഇനി മോള്. ചിരിയോടെ അയാൾ പറഞ്ഞു. പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ഭാഗ്യം കൊണ്ടാവാം ഇവിടെ എത്തിപ്പെട്ടത്. ഏയ്, കരയല്ലേ മോളെ? അടുത്തിരുന്ന രാധാമണിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് മോളെന്താ? രാധു മോളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ്. അത് ജന്മം കൊണ്ടില്ലെങ്കിൽ കർമ്മം കൊണ്ട് ഞാൻ അവളുടെ അമ്മയാണ്. അവളെന്നെ മോളിലെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എല്ലാം ശരിയാവും. മോൾക്ക് ഇനി ഒരു ആപത്തും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? കൃഷ്ണൻ സമാധാനിപ്പിച്ചവളൊന്നും പുഞ്ചിരിച്ചു. ഇവിടെ അടുത്ത് അമ്പലമുണ്ടോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അവൾക്ക് അമ്പലത്തിൽ പോക്ക് പതിവാണ്.
ഉണ്ട്, മോൾക്ക് പോകണോ? ആൾ മൂളിയതും രാധാമണി വഴി പറഞ്ഞു കൊടുത്തു. പല്ലവി അതിലൂടെ പോയി. ഒപ്പം രാധു ഉണ്ടായിരുന്നു. അരുൺ നേരെ പോയത് കിരണിന്റെ അടുത്തേക്കായിരുന്നു. അവന് വർക്ക്ഷോപ്പിലാണ് ജോലി. ശ്രീ, അരുണിനെ കണ്ടതും വർക്കിലായിരുന്ന കിച്ചു കെട്ടിപ്പിടിച്ചു. എന്താണ് മുഖത്തൊരു വാട്ടം? സന്തോഷമുണ്ടല്ലോ. സന്തോഷം കോപ്പ്. ഞാനിപ്പോ വന്നൊരു കാര്യം പറയാനാ. അതെനിക്ക് തോന്നി. അല്ല, എന്താ കാര്യം? കിച്ചു അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നു. ഒപ്പം അരുണും. എടാ, വീട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ട്, ഒരു പല്ലവി. ആഹാ, അതുകൊള്ളല്ലോ. എന്തിനു വന്നാ? താമസിക്കാൻ. താമസിക്കാനോ? നീ ഒന്ന് തെളിച്ചു പറയടാ. അരുൺ നടന്നെല്ലാം പറഞ്ഞു കൊടുത്തു. കണ്ടിട്ട് പാവാണെന്ന് തോന്നുന്നു, അരുൺ പറഞ്ഞു. എന്താ മോനെ, ഒരു കൈ നോക്കുന്നോ? ഒരു തേപ്പിന്റെ ക്ഷീണം തന്നെ ഇപ്പോൾ മാറിയിട്ടില്ല. അപ്പോഴാ അടുത്ത് അവൾ വന്നവാടെ എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുക. അത്ര വലിയ കൈയാണ് അവളുടേത്, എല്ലാവരെയും ഒരുമിച്ചെടുക്കാൻ. കിച്ചുവിന്റെ ആസ്ഥാനത്തെ ചളിയായിട്ട് അരുൺ പല്ലിയടിച്ചു. സോറി ശ്രീ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അവന്റെ ഒരു തമാശ ആനക്കാര്യത്തിനെടുക്കാം. അവന്റെ ഒരു പേനക്കാര്യം. പേനക്കാരിയോ? ചേനക്കാര്യം എന്നല്ലേടാ പറയാ? കിച്ചു ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചു, നേരെ കയ്യിൽ നിന്ന് വാങ്ങുവേ. വേണ്ട. അല്ല, അതിനുമ്പോ ഞാനെന്താ വേണ്ടത്? നീയൊന്നും വേണ്ട, ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിന്നോട് പറഞ്ഞ എന്നെ തല്ലാൻ ആളിലായിട്ടാ, അരുൺ കൈകൂപ്പി പറഞ്ഞു. ആളുണ്ടല്ലോ. എന്ത്? അല്ല, നിന്നെ തല്ലാനല്ലേ ഇവിടെ പന പോലെ ഞാൻ നിൽക്കുന്നേ. കിച്ചു, നിന്നെ ഞാൻ... അരുൺ കയ്യൊങ്ങി കിച്ചു തടഞ്ഞു. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങിയ, അപ്പൊ ഈ വഴിയൊന്ന് കയറിയെന്നേ ഉള്ളൂ. നീ വരുന്നോ? ഇല്ലടാ, ഞാനല്ല, നീ പൊക്കോ, ഇവിടെ പണിയുണ്ട്. എന്നോക്കെ, പിന്നെ കാണാം. അരുണൊന്ന് ചിരിച്ചുകൊണ്ട് വണ്ടി അമ്പലത്തിലേക്ക് വിട്ടു. അന്നേരം ഒരു അധ്യായം തിരുത്തി എഴുതപ്പെട്ടത് അവൻ അറിഞ്ഞില്ലായിരുന്നു. അരുൺ എപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവൻ അമ്പലത്തിലെത്തി നേരെ തൊഴാൻ പോയി. പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോഴാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന പല്ലവി അവൻ കണ്ടത്. കണ്ണിമ വെട്ടാതെ ഒരു നിമിഷം നോക്കി ഇന്ന് പോയവൻ. പിന്നെ ബോധം വന്നു. അവൾക്കധികം മൈൻഡ് കൊടുക്കാതെ കുളപ്പടവിൽ പോയിരുന്നു. കുളത്തിലേക്ക് കണ്ണു നട്ടിരിക്കെ പഴയ ഓർമ്മകൾ അവനെ കുത്തി നോവിക്കുന്ന പോലെ തോന്നിയവന്. കുറച്ചു നേരം അവിടെ ഇരുന്നവൻ അവിടുന്ന് മുന്നിലോട്ട് നടന്നപ്പോഴാണ് ആരോടോ സംസാരിച്ചിരിക്കുന്ന രാധുവിനെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സ്ത്രീ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ചിരിയോട് അവളും പറയുന്നുണ്ട് ഓരോന്ന്. പല്ലവിയോട് നേരിയ നീരസമുണ്ടെങ്കിലും അവൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്ത വാത്സല്യം തോന്നി. അതിൻ്റെ അടുത്തേക്ക് നടന്നു. മോളുടെ അച്ഛനും അമ്മയോടെ? പെട്ടെന്ന് ആ സ്ത്രീ ചോദിച്ചു. രാധു ചുറ്റും നോക്കാൻ തുടങ്ങി. പല്ലവി തൊഴുതിറങ്ങിയിട്ടില്ല. രാധു കുളപ്പടവിൽ പോയി വരാന്ന് പറഞ്ഞ അവളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയതാണ്. അമ്മയുടെ? അവരിയുണ്ട്, മെല്ലെ പറയുന്നുണ്ട്. അച്ഛനോ വന്നിട്ടില്ലേ? അത് കേട്ട് രാധു ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി. അരുൺ അത് കേട്ടത് ആ കുഞ്ഞിനെ നോക്കി. പാവം, എന്തു പറയണമെന്നറിയാൻ നിൽക്കുകയാണ്. മോളെ വാ. പെട്ടെന്ന് വിളിച്ച ആ സ്ത്രീ രാധു അവനെ നോക്കി. ആഹാ, ഇതാണ് മോളുടെ അച്ഛൻ? ചിരിയോടെ ആ സ്ത്രീ ചോദിച്ചു. രാധു അരുണിനെ നോക്കി. അരുൺ അവളെ നോക്കി ചിരിയോടെ തലയാട്ടി. ആ, എന്റെ മോളാ. മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ പറഞ്ഞു. അവൻ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവിടെ അത്ഭുതം കണ്ടു. എന്നാ അച്ഛന്റെ കൂടെ പൊക്ക മോളെ, എന്നോട് വന്ന് ഓരോന്ന് പറഞ്ഞു മോള്. നല്ല മോളാട്ടോ. ഒരു ചിരിയോടെ അത്രയും പറഞ്ഞവർ പോയതും രാധു അരുണിനെ നോക്കി. അച്ഛനാണോ എന്റെ അച്ഛൻ? വിടർന്ന ഉണ്ടക്കണ്ണുകൾ വൃത്തിയുള്ള ആ ചോദ്യം അവൻ ആ കുരുന്ന മുഖം കണ്ടപ്പോൾ അല്ലെന്ന് പറയാൻ തോന്നിയില്ല. ഞാൻ തന്നെയാ മോളുടെ അച്ഛൻ. അവനവളെ വാരിയെടുത്ത് മുഖത്തായ സ്നേഹത്തോടെ ഉമ്മവച്ചു. എന്നിട്ട് അമ്മേനോട് പറഞ്ഞു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ, അച്ഛൻ ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. സങ്കടത്തോടെ പറയുന്ന കേട്ട് അരുണൊന്നും ഞെട്ടാതിരുന്നില്ല. ഇത്തിരി ആയിട്ട് എന്താ മോലെ കാണാൻ വരാണ്ടിരുന്നേ? പെട്ടെന്നുള്ള ആ ചോദ്യമാണ് അവനെ ബോധത്തിൽ കൊണ്ടെത്തിച്ച്. അതുമോളെ, അച്ഛനൊരു യാത്രയിലായിരുന്നു, ഇന്നേ എത്തിയുള്ളൂ. രാധുവിന്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങനെയോ അവൻ പറഞ്ഞൊപ്പിച്ചു. അപ്പോഴാണ് പല്ലവി അങ്ങോട്ട് വന്ന്. അരുണിന്റെ കയ്യിലിരിക്കുന്ന രാധുവിനെ കണ്ടപ്പോൾ അവൾക്കൊരു നിമിഷം സന്തോഷം തോന്നി. രാധു. അരുണിന്റെ കയ്യിലിരിക്കുന്ന രാധുവിനെ നോക്കി അവൾ വിളിച്ചു. രാധു തിരിഞ്ഞതേയില്ല. രാധു. അവൾ അടുത്തേക്ക് എന്നിട്ടും രാധു നോക്കിയതേയില്ല. അവൾ അടുത്തെത്തിയപ്പോൾ അരുണിന് തന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് അവൻ അവളുടെ നെറ്റിയിലെ കുറി കണ്ടത്. അവൻ പരിസരം മറന്ന് കയ്യിൽ രാധുവിനെയും പിടിച്ച് അവന്റെ നെറ്റി അവളുടെ നെറ്റിയോട് മുട്ടിച്ചു. അവളുടെ നെറ്റിയിലെ കുങ്കുമം അവന്റെ നെറ്റിയിലേക്കും പടർന്നു. അവന്റെ പ്രവൃത്തി കണ്ട് അവൾ ഞെട്ടി. അമ്മ എന്നൊരു മിണ്ടണ്ട, ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛയെ പറ്റി. പെട്ടെന്ന് രാധു ചിണിക്കൊണ്ട് പറഞ്ഞു. പല്ലവിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത് രാധുവിന്റെ അച്ഛനാണല്ലോ, അച്ഛൻ പറഞ്ഞല്ലോ. ഏതച്ഛൻ? അവൾ അരുണിനെ മനസ്സിലാവാതെ നോക്കി. അവനൊന്നും മിണ്ടാതെ തലതാഴ്ത്തി. അമ്മ നീ ഒന്നും പറയണ്ട, അച്ഛൻ പറഞ്ഞല്ലോ. അത് കേട്ട് പല്ലവി എന്തോ പറയാമെന്ന് രാധു ഉറക്കി വിളിച്ചു. ചേച്ചി. അവര് നോക്കിയപ്പോൾ മറ്റൊരു സ്ത്രീ. ആ ചേച്ചി തിരിഞ്ഞു നോക്കി. ഇതാ എന്റെ അച്ഛനും അമ്മയും. രാധു ഉറക്കെ പറഞ്ഞു. പല്ലവി അരുണി ഞെട്ടി. അപ്പോഴേക്ക് ആ ചേച്ചി ഇരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിരുന്നു. ആ മോളെ, നേരത്തെ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പോയി. അത് കേട്ടതും പവിയുടെ ഉള്ളൊന്ന് കൊളുത്തി വിളിച്ചു. മോളെ അംഗനവാടിയിൽ കൊണ്ടാക്കാറുണ്ടായിരുന്നു, അവിടെ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ. അവിടെ എല്ലാവരും അച്ഛനെ പറ്റി പറയുമ്പോൾ ഇവൾ വന്ന് ചോദിക്കും. വയസ്സ് 3 കഴിഞ്ഞിട്ടേ ഉള്ളുവെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും സംസാരവുമാണ്. എല്ലാം വേഗം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പാവന്റെ മോള്. പല്ലവി വിങ്ങിലോട് ഓർത്തു.
അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എന്താ മോളെ സിന്ദൂരം തൊടാത്തേ? ആ ചോദ്യമാണ് അവൾ ഉണർത്തിയത്. പല്ലവി എന്താ പറയുമെന്നറിയാൻ നിന്നു. അത് ചേച്ചി, ഇന്നൊരു സൗന്ദര്യപ്പണൊക്കെ ഉണ്ടായി, അപ്പൊ ഞാൻ തൊട്ടുകൊടുത്തില്ല. ഞാൻ തൊട്ടുകൊടുത്താൽ ഇടൂന്നൊരു വാശിയാ. അരുൺ പെട്ടെന്ന് വായിൽ വന്ന കള്ളൻ ചിരിയോടെ പറഞ്ഞു. പല്ലവി അവനെ ഇതൊക്കെ എപ്പോ എന്ന മട്ടിൽ നോക്കി. പല്ലവി ആ ചേച്ചിക്ക് വേണോ വേണ്ടോ എന്ന് വെച്ചതും ചിരിച്ചു കൊടുത്തു. ആ ചേച്ചി അവനൊന്ന് ചിരിച്ചു കുറച്ച് സംസാരിച്ചുകൊണ്ട് അവർ പോയി. പല്ലവി അരുണിനെ ദേഷ്യത്തിൽ നോക്കി. ഡോ, ഞാനെപ്പോഴോ തന്റെ ഭാര്യയായത്? പോരാത്തിന് താൻ തൊട്ടിരേണ്ടി ഞാൻ സിന്ദൂരം ഇട്ടില്ല പോലും. എന്തൊക്കെയാണോ ഇവിടെ കിടന്ന് തള്ളിയത്? പല്ലവി ദേഷ്യത്തോടെ ചോദിച്ചു. അരുൺ അവളെ തന്നെ നോക്കി. കണ്ണു തുറിച്ച് നോക്കിയാണ് പെണ്ണ്. എന്റെ ദൈവമേ, എന്താ സംഭവിക്കുന്നത്? കണ്ടപ്പോ ദേഷ്യം തോന്നിയവളാ. അവളെയാ ഇപ്പൊ നോക്കി നിൽക്കുന്നേ. അരുൺ സ്വയം തലക്കൊന്നടിച്ചു. ഓ, നിന്നുള്ള പ്രേമം കൊണ്ട് പറഞ്ഞൊന്നല്ല, അവരോട് മറുപടി എന്തെങ്കിലും പറയണെന്ന് വെച്ചാ. അതും പറഞ്ഞ് അരുൺ അവിടുന്ന് പടികൾ കയറി. ഒപ്പം അവന്റെ കയ്യിൽ കൈകോർത്ത് രാധു. അവൻ അവളുമായി നടന്ന് ബൈക്കിന്റെ അരികിലെത്തിയതും അതിൽ രാധുവിനെ ആദ്യം മുന്നിലിരുത്തിയ ശേഷം അവനും കയറിയിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ പല്ലവിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കയറുന്നുണ്ടെങ്കിൽ കയറ്. മോളിങ് തന്നേക്ക്, ഞാൻ നടന്നു വന്നോളാം. ഞാൻ വരില്ല, അമ്മ എനിക്കായിരിക്കോ. അതും പറഞ്ഞ് രാധു അരുണിന്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചു. അവന് ചിരി വന്നു. ചിരിയോടെ അവൻ ആ കുഞ്ഞു നെറ്റിയിൽ മുത്തമിട്ടു. രാധു നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൾ അല്പം മടിയോടെ കയറി. പുറകിൽ പിടിച്ച് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. അവൾ കയറിയത് അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഇവളടുത്തെത്തുമ്പോൾ മനസ്സ് കൈവിട്ട് പോവാണല്ലോ കൃഷ്ണ. അതെന്താ, ഞാൻ എന്തിനാ ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അല്ല, ഇവളുടെ കല്യാണം കഴിഞ്ഞല്ലേ? എന്നിട്ട് ഇവള് സിന്ദൂരം തൊട്ടിട്ടില്ല. എന്തിന്? താലി പോലും ഇല്ല. ഇനി ഡിവോഴ്സ് ആയതാവോ? ഇനി രാധു ഇവളുടെ മോളല്ലേ? ഒന്നും കൂടെ മനസ്സിലാവുന്നില്ലല്ലോ. വീട്ടിലെത്തിയിട്ട് അമ്മയോട് ചോദിച്ചു നോക്കണം. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അരുൺ ഓരോന്ന് ആലോചിച്ചു. യാത്രയിലൂടെ നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടിയില്ല. രാധുവിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയതും പല്ലവി ഒന്നും മിണ്ടായ രാധുവിനെ അടുത്ത് ഇറങ്ങിപ്പോയി. പുറകെ അരുൺ നേരെ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. അമ്മേ, ചുറ്റും ആരിൽ നിന്ന് ഉറപ്പുവരുത്തി അരുൺ അടുക്കള വാതിൽ നിന്ന് അമ്മയെ വിളിച്ചു. നീ എന്താണ് അവിടെ നിന്ന് കഥ കളിക്കുന്നത്? ഇങ്ങ് വാ. അവിടെ പച്ചക്കറി അരിയായിരുന്നു അവൻ. അത് നോക്കി അടുത്തുള്ള സ്ലാബിൽ കയറിയിരുന്നു. അല്ലമ്മേ, പവിയുടെ വിവാഹം കഴിഞ്ഞ് തന്നെയാണോ? അവന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് രാധാമണി അവനെ നോക്കി. അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. ഇല്ല, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. രാധാമണി പറഞ്ഞിട്ട് അവൻ ഞെട്ടിത്തരിച്ച് അവരെ നോക്കി. അപ്പൊ ആ കുഞ്ഞ് രാധു? അരുൺ സംശയത്തോടെ അമ്മയുടെ മറുപടി കാതോർത്തു. രാധാമണി സംഭവം എല്ലാം പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ടവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്തിനെന്നറിയാതെ അവന്റെ ഹൃദയം വേദനിച്ചു. അവനൊന്നും മിണ്ടാ റൂമിലേക്ക് പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. പാവം, അവൾ എത്ര അനുഭവിച്ചു. ഇതൊന്നും അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു. അതെല്ലാം മാറ്റണം, അരുൺ മനസ്സിലുറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അരുണിനെ രാധു അച്ഛ എന്നതിനെയാണ് വിളിച്ചിരുന്നത്. അവനത് സന്തോഷമായിരുന്നു. അത് കേട്ട് കീർത്തിക്കും വിജയനൊക്കെ സന്തോഷമായിരുന്നു. അരുൺ അവളെ സ്നേഹിച്ച് കൂടെ കൂട്ടിയിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു. കണ്ണനു രാധു ഇപ്പോൾ നല്ല കൂട്ടാണ്. അരുൺ ഇന്നും വൈകുന്നേരം പറ്റുമ്പോഴൊക്കെ സമയം കണ്ടെത്തി പാർക്കിൽ കൊണ്ടുപോകുമായിരുന്നു. അന്നേരം ഇടയ്ക്ക് പവിയും കാണും. സൂര്യാസ്തമയ സമയത്ത് ചക്രവാളത്തിലെ സൂര്യന്റെ ചുവപ്പ് മായാതെ കിടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവര് മാത്രം നോക്കിയിരിക്കുന്നവളെ അവനും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യത്തെ മടിയൊക്കെ മാറിയിട്ടുണ്ട്. രാധാമണിയെ നല്ലോണം സഹായിക്കും. സാവിത്രിയും കൃഷ്ണനുമായൊക്കെ സ്വന്തം എന്ന പോലെ സംസാരിച്ചിരിക്കും. അവർക്ക് അവൾ ആ കുടുംബത്തിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞെങ്കിലും അതിനൊന്നും അവർ ചെവി കൊടുത്തില്ല. എന്നും പാർക്കിൽ പോകുമ്പോൾ അവളെ കാണുമ്പോൾ എന്റെയാണ് അവളെന്ന് ഉള്ളിലാരോ പറയുന്ന പോലെ അരുണിന് തോന്നാറുണ്ട്. എപ്പോഴോ പവിയെ ഇഷ്ടമാണ് തനിക്കെന്ന് ഇക്കഴിഞ്ഞ 2 മാസത്തിനകം അവന് മനസ്സിലായിരുന്നു. എന്താണെന്നറിയില്ല, നന്ദു പോയിട്ട് വർഷം 3 പിന്നെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. രാധുവിനോടുള്ള വാത്സല്യം മാത്രമല്ല, അല്ലാതെ തന്നെ അവിടെ ആ സംസാരവും തന്നോട് മാത്രമുള്ള വാശി ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതവൻ മനസ്സിലാക്കിയെങ്കിലും തുറന്നു പറച്ചില്ല അവൻ മുതിർന്നില്ല. പക്ഷെ വൈകാതെ പറയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതോടൊപ്പം സന്തോഷം കൊണ്ട് ഈ വീട് അവൾക്ക് സ്വർഗമാക്കണം. അവൾ അച്ഛനെയും അമ്മയുടെയും മണ്ണ് അവൾക്ക് തിരിച്ചു നൽകണം. അതവൻ സ്വയം നൽകിയ വാക്കായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൾ എപ്പോഴും ഒരു പെട്ടി നിധി പോലെ സൂക്ഷിക്കുന്നവരെന്ന് ശ്രദ്ധിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാതെ ഒഴിഞ്ഞു മാറി. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഇന്ന് എങ്ങനെയെങ്കിലും ഇഷ്ടം പറയണമെന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ പല്ലവിയുടെ റൂമിൽ വന്ന് അവൻ കാണുന്നത് പെട്ടി തുറന്ന് നോക്കുന്നവളെയാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിലിന് പിന്നിൽ ഒളിച്ചു. അവൾ പറയുന്നവൻ കാതോർത്തു. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കയ്യിൽ കരുതിയത് നന്നായി, അല്ലെങ്കിൽ എൻ്റെ പെട്ടി നഷ്ടപ്പെടുമായിരുന്നു. എൻ്റെ പ്രണയം. അത് കേട്ടതാരാണ് എൻ്റെ ഹൃദയം തകർന്നു പോയൊരു നിമിഷം. ആ നെഞ്ചിൽ വീണുറക്കെ പറയുന്നുണ്ട്, ഞാൻ ആരുവേട്ടൻ്റെ സ്വന്തമാണെന്ന്. ഏട്ടൻ ഇതുവരെ കണ്ടില്ല. ഇത് കണ്ടിരുന്നെങ്കിൽ. അവൾ നെഞ്ചിൽ കൈവച്ച്. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ അകലെ നിന്ന് പ്രണയിച്ചോളാം. അത്രയും പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. അവളുടെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു, ഒരു തോരാ മഴ പോലെ. എന്നാൽ ഇതൊക്കെ കേട്ട് അരുൺ ആദ്യം തകർന്നെങ്കിലും പിന്നീട് അവൾ പറഞ്ഞു കേട്ട് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ സ്തംഭിച്ചു നിന്നവൻ. ആരുവേട്ടൻ തന്നെ കത്തിൽ നന്ദു വിളിച്ചല്ലേ? അത് ഇവള് എങ്ങനെ? അവനാകെ തലകറങ്ങുന്ന പോലെ തോന്നി.
അവൾ കുളിക്കാൻ പോവുകയാണ്. പോയിട്ട് ആ പെട്ടി എങ്ങനെയെങ്കിലും തുറക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ഇന്നൊരു കല്യാണം ഉണ്ടായതിനാൽ എല്ലാവരും അതിന് പോയിരുന്നു. താനാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് കമ്പനിയായി ബന്ധപ്പെട്ട് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയില്ല. അവൾക്ക് പനിയായത് കാരണം അവളും പോയിട്ടില്ല. രാധയുടെ കൂടെ പോയിട്ടുണ്ട്. കിച്ചുവാണ് ഡ്രൈവർ. സമയം ഉച്ചയോടെ എടുക്കുന്ന സമയം. അവൾ ഫ്രഷ് ആവാൻ കയറിയതും വാതിലിന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നവൻ പെട്ടിക്കായി അവൻ്റെ മിഴികൾ തിരഞ്ഞു. അവൻ റൂമാകെന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഒരു മീഡിയം സൈസുള്ള ഒരു ഇരുമ്പിന്റെ പെട്ടി കണ്ടത്. അവനത് കയ്യിലെടുത്തു. ആകാംക്ഷയോടെ, അതിലുപരി മിടിക്കുന്ന ഹൃദയത്തോടെ അത് തുറന്നു നോക്കി അവൻ ഞെട്ടി. ഒരുപാട് കത്തുകൾ, 60-ലേറെ കത്തുകൾ. ആ കത്തുകൾ തുറന്നും അവന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇത് ഞാൻ എഴുതിയല്ലേ ഇതൊക്കെ? ഇതെങ്ങനെ ഇവളുടെ കയ്യില്? അവൻ വിശ്വാസം വരാതെ വീണ്ടും നോക്കി. അതെ, തൻ്റെ കൈയക്ഷരം. അല്ല, താൻ എഴുതി തന്നെ. അവന് തലക്കാകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി. അവൻ കത്തുകൾ മാറി മറിച്ച് നോക്കി. ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ? അപ്പോഴാണ് തുറന്നു വെച്ചൊരു കുഞ്ഞു ഡയറി അവൻ കണ്ട്. അത് തുറന്നു നോക്കി. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അകന്നു പോവാനായിരുന്നെങ്കിൽ എന്തിനാണ് പ്രണയമേ നീ എന്നെ നിന്നാൽ തീർത്ത വലത്തിൽ ബന്ധനമാക്കിയത്? അതുപോലെ വിരഹം നിറഞ്ഞ വരികൾ. അതിനിടയിൽ ഒരു കുറിപ്പ് അവൻ കണ്ടെത്തി. അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നു. ഒരു കൂട്ടിമുട്ടലിലൂടെ നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ കൂട്ടിയിടിച്ച് സോറിയും പറഞ്ഞ് നീ പോയപ്പോൾ വല്ലാതെയൊന്നും തോന്നിയില്ല. പോകെ പോകെ എവിടെയും, കോളേജിൽ എവിടെയും നിന്നെ കാണാൻ തുടങ്ങി. തപ്പിപ്പിടിച്ച് ഞാൻ പേര് കണ്ടുപിടിച്ചു, അരുൺ ശ്രീരാജ്. താനത് ആരുവേട്ടനെന്നാക്കി ചുരുക്കി. തനിക്ക് മാത്രം വിളിക്കാൻ എൻ്റെ ആരുവേട്ടൻ. പിന്നെ എനിക്ക് എൻ്റെ പ്രണയ ആളെ അറിയിക്കണം തോന്നി. അങ്ങനെ കത്തെഴുതി. ആദ്യം മറുപടി കണ്ടില്ലെങ്കിലും താൻ പിന്നെയും എഴുതി. എന്തോ അത്രയും സ്നേഹിച്ചു പോയി. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെന്നറിയില്ല. ആ മുഖത്തെ പാവത്തം കണ്ട് സ്നേഹിച്ചു പോയി. ഒരു ദിവസം അങ്ങനെ ഏട്ടൻ്റെ റിപ്ലൈ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്നും എഴുതുക തന്നെയായിരുന്നു മെയിൻ ഹോബി. അന്നൊക്കെ എത്ര മനോഹരമായിരുന്നു തൻ്റെ പ്രണയം. പക്ഷെ എല്ലാം തകിടം പറഞ്ഞ് തമ്മിൽ കാണാമെന്ന് പറഞ്ഞ ദിവസമാണ്. താൻ ആദ്യമായി അത്രമേൽ നെഞ്ചു പൊട്ടിക്കരഞ്ഞ ദിവസം. തൻ്റെ സ്വന്തമെന്ന് കരുതിയ ആരുവേട്ടൻ മറ്റൊരാളുടേതായി കഴിഞ്ഞ ഹൃദയം കൊണ്ട്. അന്ന് സംഭവിച്ചെന്താണെന്നാൽ അന്നത്തെ ദിവസം ആരുവേട്ടൻ മുന്നിൽ കിടന്ന് ഓർത്തപ്പോൾ വലിയ സന്തോഷമായിരുന്നു. കോളേജ് വിടാൻ നേരാകും തോറും ഒരു ഭയം വന്ന് മനസ്സിനെ മൂടിയിരുന്നു. ഏട്ടന് മുമ്പിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന വിവരം മിസ്സിന്റെ ഫോണിലേക്ക് അമ്മ വിളിച്ചു പറഞ്ഞു. തന്റെ കൂട്ടുകാരി നന്ദുവിനോട് ഏട്ടനോട് ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞേക്കെന്ന് പറയാൻ പറഞ്ഞു. അന്ന് അച്ഛനോർത്ത് സങ്കടത്തോടെ കോളേജ് വിട്ട് പോയതാ. 2 ദിവസം പോലും ആയില്ല. അച്ഛന് ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ നിന്നു. 3-ാമത്തെ ദിവസം കോളേജിലേക്ക് പോകാതെ വാശി പിടിച്ച് മടിച്ചു നിന്നപ്പോൾ അമ്മ നിർബന്ധിച്ച് വിട്ടു. എന്നാൽ കോളേജിൽ ഗ്രൗണ്ടിൽ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. ആരുവേട്ടനുമായി തോളിൽ കൈയിട്ട് ചിരിച്ചു നിൽക്കുന്ന നന്ദു. കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ട് മനസ്സിലായി. ഞാൻ നന്ദുവിനെ നോക്കിയപ്പോൾ അവൾ എന്നെ പൂച്ചി ചിരിച്ചു. അന്ന് ഹൃദയം കൊണ്ട് മരിച്ചതാണ് പല്ലവി. ഇനി നിനക്കായി ഞാൻ പുനർജനിക്കുമോ എന്നറിയില്ല പ്രണയമേ. അത്രയും ഉണ്ടായിരുന്നു ആ കുറിപ്പ്. അതുപോലെ ഇവിടെ വന്ന ശേഷം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ തനിക്ക് രാധുവിനോടുള്ള വാത്സല്യമൊക്കെ ഉണ്ട്. പക്ഷേ തന്റെ പ്രണയം മാത്രം മനസ്സിലാക്കിയിട്ടില്ല അവൾ. അതെല്ലാം വായിച്ചു അവന്റെ കണ്ണുകൾ പെയ്തു, നിർത്താതെ പെയ്തു. വഞ്ചിക്കപ്പെടുകയായിരുന്നു താൻ. കുളി കഴിഞ്ഞിറങ്ങിയ പല്ലവി കാണുന്നത് കയ്യിൽ ഡയറിയും പിടിച്ച് കണ്ണീർ വാർക്കുന്ന അരുണിനെയാണ്. ഡോർ തുറന്ന ശബ്ദം കേട്ടതും അരുൺ മുഖം ചരിച്ച് നോക്കി. അവിടെ അവനെ തന്നെ പേടിയോടെ നോക്കി നിൽക്കുന്ന പല്ലവി. അവൻ കാറ്റുപോലെ പാഞ്ഞു വന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പല്ലവി കവിൾപ്പൊത്തിപ്പോയി. ഞാൻ ആരുവേട്ടാ? ആ വിളി കേട്ടതും അരുണിന് ഹൃദയം പിടിക്കുന്ന പോലെ തോന്നി. മിണ്ടിപ്പോരുന്നു നീ. ഒരു വാക്ക് പറയായിരുന്നു. അന്ന് പറഞ്ഞില്ല, പോട്ടെ. പക്ഷെ നിനക്ക് ഇവിടെ വന്നപ്പോഴെങ്കിലും പറയായിരുന്നില്ലടി. ഞാൻ നിന്നോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടി വന്നാടി. അപ്പോ ആദ്യമേ ഞാൻ പ്രണയിച്ച് എന്നിൽ പ്രണയമായിരുന്നു നീയായിരുന്നു അല്ലേ? പറഞ്ഞു മുഴുമിച്ചപ്പോഴേക്കും അരുണിന്റെയും കണ്ണുകൾ നിറഞ്ഞു, പല്ലവിയുടെയും. തൊട്ടടുത്ത നിമിഷം അവളെ നോക്കി ഡയറിയോടെ വെച്ചവൻ ശക്തമായി ഇറുക്കെ പുണർന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. അരുണിന് സങ്കടമാണോ സന്തോഷമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കുറച്ചേരം ഒന്നും മിണ്ടാതെ അങ്ങനെ പുണർന്നു നിന്നവൻ. അല്പം കഴിഞ്ഞതും അവനുമെല്ലാം അവളിൽ നിന്നകന്ന് ആ കണ്ണിലേക്ക് ഇമവെട്ടാതെ നോക്കി. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി ഓടാൻ നിന്നും അരുൺ പിടിച്ച പിടിയാലെ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു. ആ മുഖം കയ്യിലെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. താൻ അടിച്ച കവിളിൽ തഴുകിക്കൊണ്ട് കണ്ണീരോട് അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇനി എന്നെ വിട്ടു പോവല്ലേ പെണ്ണേ. ഞാൻ ഇല്ലാണ്ടാവും. ഞാൻ എത്ര വേദനിച്ചെന്നറിയാം നിനക്ക്. അവളെന്നെ ഇട്ടിട്ട് പോയപ്പോ നീ ഒത്തിരി വേദനിപ്പിച്ചു. ഇനിയും വയ്യടി. അരുണിന്റെ സ്വരം നേർത്തു. ഞാൻ ഏട്ടനെ ഒത്തിരി വേദനിപ്പിച്ചല്ലേ? അറിയാം, എന്റെ തെറ്റാ, എന്റെ ധൈര്യമില്ലായ്മയാ. പക്ഷെ ഞാൻ പറഞ്ഞാന്ന് വിശ്വസിക്കുന്ന ഭയമായിരുന്നു. പറയുക അവളുടെ സ്വരമിടറി. അവൻ ഇറുകിയപ്പോഴൊന്നുകൊണ്ട് അവൾ വിതുമ്പി. നീ കരയില്ലേ പവി. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? ദയവായിട്ടാ നിന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച്. പറഞ്ഞുകൊണ്ട് അരുൺ കണ്ണുകൾ തുടച്ചു. അല്പനേരം നിശബ്ദമായിരുന്നു അവിടെ. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ മുഖം അവനിലേക്കായി ചരിച്ചവൾ. എന്താ? അതിനവൻ അവളുടെ കൈ പിടിച്ച് അതിലേക്ക് വെച്ചു കൊടുത്തു. എന്താണെന്ന് കണ്ടത് അവൾ ഞെട്ടി. തന്റെ വീടിന്റെ ആധാരം.
അവനെ അമ്പരപ്പോടെ അതിലുപരി നന്ദിയോടെ അവൾ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. അതെ, ഞാൻ നിന്റെ വീട് കണ്ടുപിടിച്ചു. അന്വേഷിച്ച മനസ്സിലായി നിന്റെ അച്ഛൻ്റെ കൂടെയുള്ളവർ ഞങ്ങളുടെ കമ്പനിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ആ ഭൂമി ഒന്നിലേക്ക് കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ അവർ സമ്മതിച്ചു. അത്രയും പറഞ്ഞതും അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മണ്ണ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ വേറൊന്നും കൂടെയുണ്ട്, നീ കണ്ണടക്ക്. അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ കണ്ണടച്ചു. അവൻ പോക്കറ്റിൽ നിന്നൊരു ജോഡി കൊലുസെടുത്തു. മെല്ലെ കുനിഞ്ഞത് കാലിലായി അണിയിച്ചു. അവളുടെ അമർത്തി ചുംബിക്കുകയും ചെയ്തു. കാലിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൾ കണ്ണു തുറന്നു. കൊലുസുകൂടെ കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. തനിക്ക് ഒരുപാട് ദേഷ്യം വന്നാണ്. പക്ഷേ ഇനിയും പാവത്തെ വേദനിപ്പിക്കാൻ വയ്യ. ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു താനും അവളും. അരുൺ അവളെ പ്രണയത്തോടെ ആനന്ദത്തോടെ നോക്കി. നഷ്ടമായി വീണ് തിരിച്ചു കിട്ടിയ നിധിയാണിവൾ. ഇതാ രാധുവിനോടൊരു സെറ്റ്. അതും പറഞ്ഞ് പുറകിലൊളിപ്പിച്ച മറ്റൊരു കിഴി കൂടെ നീട്ടിയവൻ. പല്ലവിക്ക് പൊട്ടിക്കരയാൻ തോന്നി. അരുൺ രാധുവിനെ തന്നേക്കാൾ നന്നായി നോക്കുന്നുണ്ട്. അവളുടെ കാര്യത്തിലായിരുന്നു പേടി. ഇപ്പൊ രണ്ടാളെയും സ്നേഹിക്കാൻ ഒരാൾ, അതും തന്റെ പ്രാണൻ. സങ്കടം വരുമ്പോൾ ഒരുമിച്ച് അങ്ങ് വരും. അതുപോലെ തന്നെ സന്തോഷവും. അവൾക്ക് എത്രയായിട്ടും കരഞ്ഞിട്ടും മതിയാവുന്നില്ലായിരുന്നു. ഇനിയും മിഴികൾ നിറയരുത്, അതിന് ഞാൻ അനുവദിക്കില്ല. ഒത്തിരി നമ്മൾ കരഞ്ഞു, അനുഭവിച്ചു, മതി. അരുൺ ഇരുന്ന് തേങ്ങുന്നവൾ ഇറുകെ പിണന്നു. അവൾ അവനെയും. രണ്ടാളുടെയും മിഴികൾ അപ്പോഴേക്കും നിറഞ്ഞു. അത് പക്ഷേ സന്തോഷം കൊണ്ടായിരുന്നു. അവരുടെ പ്രണയത്തിന് സാക്ഷി എന്ന കണക്കെ പുറത്ത് മഴ ശക്തിയായി പെയ്തു. ഇത് അവർക്കുള്ള മഴയാണ്, അവരുടെ പ്രണയമഴ, അവർക്കായുള്ള മഴ. ആരുവേട്ടൻ്റെ സ്വന്തം പവി, അതെ, അവൻ്റെ പവിഴ മഴ.